ഗൈസ്, ഞാനും മൈദിക്കുട്ടിയും ഇന്ന് ആയിരവല്ലി കാവിൽ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. ലക്ഷ്മിയുമുണ്ട്, അമ്മയുമുണ്ട്. ഇനിയിപ്പം മിയക്കുട്ടി ഡാൻസിന് പോയാക്കുന്നു. മിയക്കുട്ടീനെ ചേട്ടത്തിനെ പോയി എടുക്കണം. ടാസ്ക്കാണ്. ഡാൻസിങ് കഴിഞ്ഞ് വന്നാക്കാണ് ലാഗ് അടുപ്പിച്ച് ഇച്ചിരി നേരത്തെ ഇറങ്ങാൻ പറഞ്ഞാണ്. രണ്ടുപേരോടെ എവിടെ കറങ്ങാൻ പോയി തോന്നുന്നു. നാരങ്ങളും കുടിച്ചാ? അപ്പൊ നിനക്ക് ചോറ് വേണ്ടല്ലോ. അങ്ങനെ അമ്പലം എത്തിയിരിക്കുകയാണ്. ഇത് കൊടിമരമാണ്. കൊടിമരമൊക്കെ കെട്ടി തീർന്നിരിക്കുകയാണ്. അമ്പലം എല്ലാ പണികളും കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ അവരും അന്നദാനം കഴിക്കാൻ വന്നതാണ്. നമ്മളിതാ വരിയിലെത്തിയിരിക്കുകയാണ്. വരിയിലൊക്കെ എത്തി പായസമൊക്കെ ഇതാ വിളമ്പുകയാണ്. ഇവിടെയാണ് പായസം. ഇവിടുത്തെ അന്നദാനമാണ് ആദ്യമായിട്ട് ഇരുത്തി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഏരിയയിൽ വെച്ച് ഇരുത്തി കഴിക്കുന്ന ആദ്യത്തെ അന്നദാനം ആയിരവല്ലി കാവിലെ അന്നദാനമാണ്. ചോറൊക്കെ ഇതാ മാമൻ വിളമ്പുകയാണ്. ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അവിയലാണ് കിട്ടിയത്. ഇത് നല്ലൊരു അന്നദാനത്തിൻ്റെ ഫീല്. ഈ കാവിലെ അന്നദാനം പണ്ടൊക്കെ നമുക്ക് കാവിലേക്കല്ല ഉള്ളായിരുന്നു അന്നദാനം. ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെ ഇതാ രസം ദിലീപണ്ണനാണ് വിളമ്പുന്നത്. രസവും അച്ചാറും. അങ്ങനെ അപ്പോഴാണ് അജേഷിനെയും നമ്മുടെ ബൈജോണിനെയും കണ്ടത്. ബൈജോണ്ണൻ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഇപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ എടുത്ത് വെച്ച് അനിമാവൻ്റെ കടയിൽ നിൽക്കുന്ന മാവനും വിക്രം മാവനും ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ കൈയൊക്കെ കഴുകി കൈ കഴുകി വന്നപ്പോൾ ഷെവീക്കിനെയും വിമലിനെയൊക്കെ കണ്ട് ഇയാണ്ടായാലും അവിടെയാണ് അന്നദാനം ഉണ്ടാക്കുന്ന സ്ഥലം, പാചകപ്പുര. അങ്ങനെ പാചകപ്പുരയൊക്കെ കണ്ട് ഉണ്ണിയണ്ണനെയും മക്കളെയും നമ്മൾ പോണ വഴി തന്നെ കണ്ട് അവരും അന്നദാനം കഴിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റാൻഡിലുള്ള നമ്മളെ വിനോദണ്ണനും എന്നെ കണ്ടിരിക്കുകയാണ്. വിനോദണ്ണൻ ഇവിടുത്തെ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ്. വിനോദണ്ണൻ കാര്യങ്ങളൊക്കെ തിരക്കി കഴിച്ചാന്നൊക്കെ ചോദിച്ച് ഇത് ഇവിടുത്തെ പുള്ളർമാരാണ്. പുള്ളർമാർക്കൊരു ടാറ്റയും തന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇത് നല്ല വൈരൊക്കെയുള്ള നല്ല അടിപൊളി നല്ല വൈബുള്ളൊരു അമ്പലമാണ്. ഇനി ഇതേപോലെ അടുത്തൊരു വീഡിയോയും വരുന്നതായിരിക്കും. അതുവരെ ഐതിഹ്യം മേക്കുട്ടീനെയും ഫാമിലിനെയും എൻ്റെ മക എല്ലാവർക്കും ബൈ.